ഹായ് മക്കളെ, എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആശംസകൾ. പിന്നെ ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തിവൃത്തിക്കും എനിക്കും വന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അല്ലാതെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും വന്ന് നിൽക്കാൻ പറ്റത്തില്ല. അത് സീരിയലിലെയും സിനിമയിലെയും പെണ്ണുങ്ങൾക്ക് മാത്രമേ അതൊക്കെ പറ്റത്തുള്ളൂ. കരിയോലിൽ മുങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. ഓടിപ്പോയി ഇത്തിരി കുട്ടിയൊക്കെ ഇട്ടിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ബീഫും കപ്പ ഉടച്ചു വെച്ചതുമാണ്. അപ്പോൾ ബീഫ് സെറ്റായി കേട്ടോ, റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് കാണാമോ? നമ്മുടെ ബീഫ് തിളച്ച് മറിയാണ്. ഇനിയുള്ളതെന്ന് വെച്ചാൽ കപ്പ ഉടച്ചു വെച്ചത് കാണിച്ചു തരാം. ബാ, കമോൺ കണ്ടോ? കപ്പ തേങ്ങ അരച്ചിട്ടില്ല. കപ്പ വെച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ തിളപ്പിച്ച് ഊറ്റി വെള്ളം കളഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും കൂടെ ഇട്ട് ലേശം ഇതെല്ലാം അരപ്പെല്ലാം അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് അതൊന്ന് റെഡിയായി കഴിഞ്ഞു. ഇനി അത് ഇളക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇളക്കിയെടുത്താൽ മാത്രം മതി. കണ്ടോ, നല്ല വേവുന്ന കപ്പയാണ്. തേങ്ങ ചേർക്കണമെന്നില്ല. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ പെട്ടെന്ന് കേടായിപ്പോവും. ഇത് എത്ര സമയം വേണം ഇരിക്കും കേട്ടോ. അപ്പം നാളെ രാവിലെ വരെ ഇരിക്കും. ഈ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കപ്പ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആയാലും എടുക്കാൻ പറ്റുമേ, കേടാവത്തില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. ഞാൻ വെച്ചാണെന്ന് എനിക്കാണ് തോന്നുന്നില്ല കേട്ടോ. വേറെ ആരും പുകഴ്ത്താനില്ല, അതുകൊണ്ട് സ്വന്തമായിട്ട് അങ്ങ് പുകഴ്ത്താമെന്ന് എഴുതി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷം ആശംസിക്കുന്നു കേട്ടോ.